ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ആയിഷയുടെ ബർത്ത്ഡേ ആണ് 15-ാം തീയതി. അപ്പോൾ ഓള് ജസ്റ്റ് വീട്ടിലേക്ക് വരാൻ പറഞ്ഞ് ജസ്റ്റ് ഫോർമാലിറ്റിക്ക് വിളിച്ചാണ്. പക്ഷെ നമ്മൾ ചാടിക്കറി പോവുകയാണ്. അപ്പം നമ്മൾ ജനറലിനാണ് പോണത്. അവൾ ഇന്നലെ തന്നെ പോയി. അപ്പം നമ്മളിനി പെരുന്നാളൊക്കെ കഴിഞ്ഞിട്ടേ വരത്തുള്ളൂ. അപ്പം അതിൻ്റെ വീഡിയോ ചെറുതായിട്ടുള്ള വീഡിയോ ഒക്കെ ഞാൻ എന്തായാലും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അങ്ങനെ അപ്പം നമ്മളിവിടെ പാക്കിങ്ങിലാണ് ഗായ്സ്. നമ്മൾ ഒറ്റ ട്രാവലർ ബാഗ് എടുക്കുന്നുള്ളൂ. രണ്ടുപേരുടെയും ഡ്രസ്സിന് ആ ബാഗ് തന്നെ ധാരാളം. അത് അവളെ ഏറ്റണം. ഞാനൊരു ചെറിയ ബാഗ് എടുക്കണുള്ളൂ, ജസ്റ്റ് വൺ സൈഡ് ഇടുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മുടെ രണ്ടുപേരുടെയും ഡ്രസ്സ് പാക്കിങ്ങിലാണ്. നമ്മളൊരു 5 ജനറലിൽ പോകണോണ്ട് നമ്മൾ നേരത്തെ ഇറങ്ങണം, അല്ലെങ്കിൽ പിന്നെ സീറ്റ് കിട്ടൂല. അപ്പോൾ നമ്മളൊരു 5:30 യശ്വന്തപൂർ കണ്ണൂർ 5:30 ഇവിടെ സ്റ്റേഷനിൽ എത്തുന്നത്. അപ്പം നമ്മളിപ്പോൾ തന്നെ 3 മണി ആവാറായി. അപ്പം നമ്മളിപ്പോൾ തന്നെ ഇറങ്ങാൻ പോവുകയാണ്. കാരണം നമുക്ക് ഒന്നും കൂടെ പെരുന്നാളും കൂടെ ആയതുകൊണ്ട് തന്നെ സീറ്റ് കിട്ടൂല, നല്ല തിരക്കായിരിക്കും. അതുകൊണ്ട് ഇപ്പം ഇറങ്ങി ഇപ്പം ടിക്കറ്റ് ബുക്ക് ചെയ്ത് 5:15 കയറിയിരിക്കാനുള്ള പ്ലാനാണ്. 8 മണിക്കാണ് വണ്ടി എടുക്കുന്നത്. പക്ഷെ അഫ്കോഴ്സ് ഭയങ്കര തിരക്കായിരിക്കും. കാരണം നമ്മൾ ജനറലിലാണ് പോകുന്നത്, അതാണ് റിയാലിറ്റി അല്ലേ. എനിക്ക് ഒട്ടും ഇഷ്ടമില്ല ജനറലിൽ പോകാൻ. പക്ഷെ ടിക്കറ്റ് ഒന്നും ഉണ്ടായില്ല. നമ്മൾ കുറേ നോക്കി, പക്ഷെ ടിക്കറ്റ് ഫുള്ള് ഫില്ല്. പെരുന്നാളും കൂടെ അല്ല, അതുകൊണ്ട് ഭയങ്കര ഫില്ലായിരുന്നു. അതുകൊണ്ട് ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഇപ്പോൾ ജനറലിൽ തന്നെ പോകേണ്ടി വന്നു. അങ്ങനെ ഗൈസ് നമ്മൾ ഇറങ്ങിയിരിക്കുകയാണ്. എനിക്ക് ഈ ഒരു ബാഗ് മാത്രമേ ഉള്ളൂ. നമുക്കൊരു വലിയ ബാഗ് ഉണ്ട്. എനിക്ക് നാളെ കേൾക്കും ഇത്ര വലിയ ബാഗ്. നമ്മൾ നേരെ ഒരു റാപ്പ് കഴിച്ചിട്ട്, നമ്മളൊന്നും കഴിച്ചിട്ടുണ്ടായില്ല. അപ്പൊ നമ്മളൊരു റാപ്പ് കഴിച്ചിട്ട് നേരെ ഇറങ്ങും. അപ്പൊ ഗൈസ്, എന്റെ ഹെയർ ആർക്കും ഇഷ്ടമായില്ല. അത് ഞാൻ കേട്ടിട്ട് ഇങ്ങനെ തളർത്തരുത്. പക്ഷെ എനിക്ക് ഇഷ്ടമായി. നിനക്ക് ഇഷ്ടമായില്ലേ? എന്റെ ഫ്രണ്ട്സിനൊക്കെ ഇഷ്ടമായി കേട്ടോ. ചിലപ്പോ ഇങ്ങനെ വീഡിയോയിൽ കാണാൻ ഭംഗിയുണ്ടായിട്ടായിരിക്കും. എന്നിട്ടാണ് നല്ല കുഴപ്പമൊന്നുമില്ല. എല്ലാവർക്കും ഇഷ്ടമായി. എന്റെ ഫ്രണ്ട്സിനൊക്കെ ആരും അങ്ങനെ കൊള്ളൂല ഈ അങ്ങനെയൊന്നും പറഞ്ഞില്ല. പക്ഷെ കുറെ പേര് ഇങ്ങനെ പറയുന്നുണ്ടെന്ന് ഞാൻ അറിഞ്ഞിപ്പോ. എന്റെ അമ്മയുടെ അടുത്താണേലും മുടി ഇങ്ങനെ ആക്കിയിട്ട് കൊള്ളൂല എന്നൊക്കെ. പക്ഷെ നല്ലയാ. ഇങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ് ഗൈസ്. അപ്പോൾ നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ പോയത് ഹോമീസിലോട്ടാണ്. നമ്മൾ ഊബറിനാണ് പോകാൻ തീരുമാനിച്ചത്. കാരണം ഫ്രണ്ട്സ് ആരും ഉണ്ടായിരുന്നില്ല, എല്ലാവരും തിരക്കായിരുന്നു. അതുകൊണ്ട് നമ്മൾ നേരെ ഊബറിന് പോകാമെന്ന് വിചാരിച്ച് നമ്മൾ ഹോമീസിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ 4 മണിയായി. നമ്മളൊരു 3:30 ആകുമ്പോൾ ഇറങ്ങണം എന്ന് തന്നെയാണ് വിചാരിച്ചത്. കറക്റ്റ് ഒരു 4:30 ആയപ്പോൾ നമ്മൾ എത്തി കേട്ടോ. എന്നിട്ട് നമ്മൾ നേരെ ജനറലിന് ടിക്കറ്റ് എടുത്ത് 350 അത്ര എന്തോ ആയുള്ളൂ രണ്ടുപേർക്കും കൂടെ. നമ്മൾ ആദ്യമേ 2 കമ്പാർട്ട്മെൻറ്റ് നോക്കിയിട്ട് ഫുള്ള് നിറഞ്ഞിരിക്കുകയാണ്. കാരണം ട്രെയിൻ നേരത്തെ വന്നായിരുന്നു. പിന്നെ നമ്മൾ ലേഡീസ് കമ്പാർട്ട്മെൻറ്റ് കണ്ടു കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മൾ അതിൽ കയറിയിരുന്നു. അതിൽ സീറ്റ് ഉണ്ടായിരുന്നു ഭാഗ്യത്തിന്. വേറെ 2 കമ്പാർട്ട്മെൻറ്റ് ഉണ്ടായിരുന്നു. എൻ്റെ പൊന്നും അടുക്കാൻ സ്ഥലമില്ലായിരുന്നു, അത്രയും തിരക്കായിരുന്നു. അപ്പോൾ പിള്ളേരൊക്കെ എത്രയോ നേരത്തെ വന്ന് ഇരിക്കുന്നു. നമ്മൾ തന്നെ നേരത്തെ വന്നെന്ന് പറഞ്ഞാൽ ഇറങ്ങിയത്. വണ്ടി എടുക്കാറായപ്പോൾ അങ്ങോട്ട് ഭയങ്കര തിരക്ക്, ഭയങ്കര തിരക്കായി. അങ്ങനെ വണ്ടി നൈസായിട്ട് സ്റ്റാർട്ടായി. ജനറൽ ആയതുകൊണ്ടാണോ എന്നറിയില്ല, വൈബ് അടിക്കാനൊക്കെ തോന്നി. ഇങ്ങനെ ഹെഡ്സെറ്റിൽ പാട്ടൊക്കെ കേട്ടോണ്ടിരുന്നു. അങ്ങനെ കേപ്പ് അവിടെ ഇരുന്ന് വൈബ് അടിക്കുന്നതാണ് സുഹൃത്തുക്കളെ നിങ്ങൾ കാണുന്നത്. വെറുതെ ഒറ്റയ്ക്ക് ഇരുന്ന് വൈബ് അടിച്ചിട്ട് വെറുതെ എന്നെ ഇരുന്ന് ചൊറിയുന്നുണ്ടായിരുന്നു. ചേച്ചിമാരൊക്കെ പേടിച്ച് നോക്കുന്നുണ്ടായിരുന്നു. അത് പറയാണ്ട് തന്നെ നിങ്ങൾക്കത് മനസ്സിലാവുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ ഞാൻ കേപ്പെടുത്തൊരു പാട്ട് പാടാൻ പറഞ്ഞായിരുന്നു. അതിൻ്റെ റിഹേഴ്സലാണ് നിങ്ങൾ കാണുന്നത്. ആ പാട്ട് എന്തായാലും ഈ വീഡിയോയിൽ ഉണ്ടായിരിക്കും. ഞാൻ പാട്ട് പാടാൻ പറഞ്ഞത് കുറച്ച് ചേച്ചിമാർ കേട്ടിട്ട് അവർ വെയിറ്റിംഗ് ആയിരുന്നു കേപ്പിടെ പാട്ടിന്. നിങ്ങൾ കേട്ടിട്ട് വാ ഗൈസ്. मैं करा इंतजार तेरा, तू दिल तो यूं जाना मेरी, मैं तेरे समझावांगी ना तेरे बिना लगता जी.
അങ്ങനെ കെപിയുടെ പാട്ടിൻ്റെ അവസാനമൊക്കെ ആയപ്പോൾ നമ്മുടെ കോയമ്പത്തൂരല്ലല്ലോ എവിടെ എത്തി ഈറോഡ് എത്തിയപ്പോൾ നല്ല തിരക്കായിരുന്നു. ഭയങ്കര തിരക്കെന്ന് വെച്ചാൽ ഇരിക്കാനേ സ്ഥലം ഉണ്ടായിരുന്നില്ല. പിന്നെ എങ്ങനെയൊക്കെയോ ഉറങ്ങി നേരം വെളുപ്പിച്ച് ഉറക്കവും വന്നില്ല, ഒരുമാതിരി ഇങ്ങനെ തള്ളിയിരിക്കുകയായിരുന്നു എല്ലാവരും. പിന്നെ പാലക്കാട് എത്തിക്കഴിഞ്ഞപ്പോൾ നമ്മൾ രണ്ടുപേരും എണീറ്റ് പാലക്കാടായി. കാരണം ഇനിയിപ്പോൾ പെട്ടെന്ന് എത്തുമല്ലോ എന്നുള്ളത് നമ്മൾ രണ്ടുപേരും പാലക്കാടൊക്കെ ഇപ്പം കേപ്പി വിളിച്ച് എണീപ്പിച്ച് പാലക്കാടായെന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കൂത്തുകളെ പോലെ നോക്കിയിരുന്നു. പിന്നെ പാലക്കാടൊക്കെ ആയപ്പോൾ പിന്നെ ഓഫീസിൽ പോകേണ്ടവരൊക്കെ കയറി വന്നു. അങ്ങനെ പിന്നെ നമ്മൾ കോഴിക്കോട് ഇറങ്ങി. പിന്നെ നമുക്ക് ബസ് സ്റ്റാൻഡിലോട്ട് 2 കിലോമീറ്റർ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഓട്ടോയിലാണ് പോയത്. ഞാൻ ഇനി മേല ജനറലിൽ കേറൂല എൻ്റെ പൊന്നു അണ്ണാച്ചി കോലായി. കുറെ കഥകളുണ്ട് ഗൈസ് ജനറലിൽ ഒരുപാട് പറയാനുണ്ട്. അതെ, അത് പറയാൻ പറ്റുമോന്ന് അറിയാൻ മേലത്തെ കഥകളാ അല്ലേ? അതെ അതെ. അങ്ങനെ പറ്റൂല ജനറലിൽ. നമ്മളിപ്പോൾ ആക്ച്വലി കോഴിക്കോട് എത്തി. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി ഇതിപ്പോൾ ബസ് സ്റ്റാൻഡിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുന്ന് എങ്ങനെ പോകും എന്നുള്ളതിപ്പോൾ നമ്മൾ നോക്കി നമുക്ക് ചോദിച്ചു മുള്ളം മുട്ടിട്ട് ഒരു രക്ഷയില്ല. ഒരു ബാത്റൂമിൽ എത്തിക്കഴിഞ്ഞാൽ വലിയ ഞങ്ങള് ജനറലിൽ പോകുന്നതുകൊണ്ട് തന്നെ നേരത്തെ ഇറങ്ങിയായിരുന്നല്ല. നേരത്തെ ഇറങ്ങിയത് കൊണ്ട് തന്നെ നമ്മള് 3:30 ഇറങ്ങിയതാ. അതുകൊണ്ട് ഭയങ്കരമായിട്ട് മുള്ളാൻ മുട്ടണം. ഞാൻ അമ്മേനെ വിളിച്ചിട്ട് ഇങ്ങനെ ട്രെയിനിൽ നടന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഓട്ടോച്ചേട്ടൻ ഭയങ്കര ചിരിയായിരുന്നു. പിന്നെ ചേട്ടൻ കറക്റ്റ് ഒരു ഹോട്ടലിൻ്റെ ഫ്രണ്ടിൽ നിർത്തി. കാരണം ഞാൻ മുള്ളം മുട്ടണമെന്ന് പറഞ്ഞായിരുന്നല്ലോ. അതുകൊണ്ട് നമ്മൾ നേരെ പാലക്കാട് ബസ്സിലാണ് കയറിയത് കൊണ്ടോട്ടിയിൽ ഇറങ്ങാൻ വേണ്ടി. അങ്ങനെ ഭയങ്കര ടയേർഡായിരുന്നു സത്യം പറഞ്ഞാൽ. ക്ഷീണിച്ചൊരുമാതിരി ജനറലിൽ നിന്ന് ഇറങ്ങിയപ്പോൾ അന്യ ലുക്ക്, ഒരുമാതിരി ഭയങ്കരമായിട്ട് ക്ഷീണിച്ച് വീർത്ത് കുളിച്ച്. പിന്നെ കേരളം എത്തിയപ്പോൾ തന്നെ വീർക്കാൻ തുടങ്ങി. കാരണം നമ്മുടെ ബാംഗ്ലൂർ ക്ലൈമറ്റൊക്കെ ചേഞ്ച് ചെയ്തൊന്ന് ആസ്വദിച്ച് വന്നതാണല്ലോ. അങ്ങനെ അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ രണ്ടുപേർക്കും നല്ല ക്ഷീണം ഉണ്ടായിരുന്നു, തലവേദന ഉണ്ടായിരുന്നു. എനിക്കാണെങ്കിൽ തലവേദന എടുത്തിട്ട് പുകയാണ്, അത്രയും തലവേദന. പിന്നെ കുറേ നേരം ബസ്സിലിരുന്ന് എന്തൊക്കെയോ സംസാരിക്കണ്ടായിരുന്നു. എന്താ സംസാരിക്കേണ്ടതെന്ന് എനിക്ക് പോലും ഓർമ്മയില്ല ഇപ്പം. എന്തോ പറയുന്നുണ്ടായിരുന്നു. പിന്നെ എൻ്റെ മുടി ഇപ്പം കെരാറ്റിൻ ചെയ്തുകൊണ്ട് മര്യാദയ്ക്ക് കെട്ടി വെക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അതിൽ ഞാൻ ഇപ്പോൾ നന്നായിട്ട് ഖേദിക്കുന്നുണ്ട് ആ ഒരു കാര്യത്തിൽ മാത്രം. അതായത് മുടി ഇങ്ങനെ ചെയ്തതിൽ എനിക്ക് കുഴപ്പമില്ല. കെപി ബസ്സിൽ കിടന്ന് നല്ല ആസ്വദിച്ച് ഉറങ്ങുന്നുണ്ടായിരുന്നു. എനിക്കാണ് ഉറങ്ങാനും പറ്റണില്ല കുലുക്കം കാരണം. എനിക്ക് എന്നിട്ട് അവൾ ഉറങ്ങണം കണ്ടിട്ട് എനിക്ക് സങ്കടമൊക്കെ വന്നെ. എനിക്ക് ഉറങ്ങാൻ പറ്റാത്തതിൻ്റെ വിഷമമായിരുന്നു. ഇന്നത്തെ ഒരു യാത്ര കാരണം ഭയങ്കരമായിട്ട് അങ്ങ് ടയേർഡായിപ്പോയി. പിന്നെ നമ്മൾ നേരെ ഒരു ഷോപ്പിൽ കയറിയിട്ട്, നമ്മൾ കൊണ്ടോട്ടി എത്തിയ ഉടനെ ഒരു ഷോപ്പിൽ കയറിയിട്ട് നേരെ ലൈം സോഡ കുടിച്ച്. കാരണം ഭയങ്കര ക്ഷീണിച്ച് നമ്മൾ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഐഷയുടെ കാക്കയും കൂടെ വിളിക്കാൻ വരാമെന്ന് പറഞ്ഞു. നമ്മൾ നേരെ ലൈം സോഡയൊക്കെ കുടിച്ചിട്ട് അവരെ വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു. അങ്ങനെ പിന്നെ 2 മിനിറ്റ് ആയപ്പോൾ തന്നെ അവരെത്തി. ഐഷയും കാക്കയും കൂടെ വന്നു. ഞാനടുത്ത് ഉമ്മച്ചിയും കൂടെ ഉണ്ടാകുമെന്ന്, പക്ഷെ ഉണ്ടായിരുന്നില്ല. അവർ രണ്ടും കൂടെയാണ് വന്നത്. ഉമ്മച്ചി അവിടെ ഫുള്ള് പ്രിപ്പറേഷനിലായിരുന്നു ഞങ്ങൾ വന്നതിൻ്റെ. എന്നിട്ട് നമ്മൾ നമ്മുടെ ഐഷയുടെ ഗിഫ്റ്റ് ഉടനെ നോക്കി. ഉപ്പച്ചി കൊടുത്ത ഗിഫ്റ്റ് 15 Pro Max ആണ് ഉപ്പച്ചി വാങ്ങിച്ചു കൊടുത്തത്. ഐഷസാനയ്ക്ക് 20 വയസ്സ് തികഞ്ഞപ്പോൾ ഐഷസാനയുടെ കയ്യിലോട്ട് 15 Pro Max ആണ് ഗൈസ് കിട്ടിയിരിക്കുന്നത്. പിന്നെ സ്വന്തം ബർത്ത്ഡേക്ക് ബലൂണും വീർപ്പിച്ച് ഊതി കളിപ്പിക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് സ്വന്തമായിട്ട് തന്നെ ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ അതിൻ്റെ വീഡിയോ ഉടനെ തന്നെ വരും ഗൈസ്, നിങ്ങളത് കാണണം, കാണാണ്ടിരിക്കരുത്. നമ്മൾ ഇപ്പോഴാണ് നമ്മൾ ഫുഡ് കഴിക്കാൻ പോണത്. കാരണം 1 മണിക്കാണ് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്. വേറെ ഒന്നല്ല, ഞങ്ങളായിട്ട് തന്നെ ലേറ്റ് ആയതാണ്. നമ്മൾ എത്തിയത് 10. പിന്നെ നമ്മൾ കുളിച്ച് ഫ്രഷ് ആയിട്ട് എന്നിട്ട് കഴിക്കാന്ന് വിചാരിച്ചു. അങ്ങനെ ഗൈസ് ഐഷസേന നമുക്ക് ഫുഡ് എടുത്തു തരാൻ വേണ്ടി മുണ്ട് മടക്കി കുത്തുന്നതാണല്ലോ, പുതിയ ഡ്രസ്സ് മടക്കി കുത്തുന്നതാണ് ഗൈസ് നിങ്ങളിത് കാണുന്നത്, വേറൊന്നുമല്ല. അപ്പം പിന്നെ ഭയങ്കരമായിട്ട് എന്താ പറയുക, ഓളെന്നെ അല്ലാണ്ടായിപ്പോയി കേട്ടോ. നാട്ടിൽ ചെന്നപ്പം ഭയങ്കര എന്തൊക്കെയോ വ്യത്യാസം. എന്തായാലും പാർട്ട് 2 നിങ്ങൾ കാണാൻ, ഉള്ള ബർത്ത്ഡേ വീഡിയോ ഒക്കെ അതിനകത്തായിരിക്കും.